ഹലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ബാക്കിയാണ് യോഗ ചരിത്രത്തിൻ്റെ 4 ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ 2 ഘട്ടങ്ങൾ, ക്ലാസിക് പൂർവ്വഘട്ടം അതായത് വൈദിക ഘട്ടം എന്നും ക്ലാസിക്കൽ ഘട്ടം, ഇത് രണ്ടും നമ്മൾ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള ക്ലാസിക് അനന്തര ഘട്ടം, ആധുനിക ഘട്ടം എന്നീ 2 ഘട്ടങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. ക്ലാസിക് അനന്തരഘട്ടമായിട്ട് അറിയപ്പെടുന്ന കാലഘട്ടം 800 AD മുതൽ 1700 AD വരെയാണ്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശ്രീശങ്കരൻ, രാമാനുജൻ, മധ്വൻ തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാരുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. ശ്രീശങ്കരൻ എന്ന് പറയുന്നത് അദ്വൈതം, അതായത് 3 താത്വിക ശാഖകളുണ്ട് വേദാന്തത്തിൽ. അത് 1 അദ്വൈതം, 2 വിശിഷ്ട അദ്വൈതം, 3 ദ്വൈതം. ഇതിൻ്റെയൊക്കെ ആചാര്യന്മാരാണ് ആര്? ശ്രീശങ്കരൻ അദ്വൈതത്തിൻ്റെയും, രാമാനുജൻ വിശിഷ്ട അദ്വൈതത്തിൻ്റെയും, മധ്വൻ ദ്വൈതത്തിൻ്റെയും ആചാര്യന്മാരാണ്. എന്താണ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദാന്തത്തിൽ 3 താത്വിക ശാഖകളാണ് ഈ 3 എണ്ണം. അതുമാത്രമല്ല സൂർദാസ്, തുളസീദാസ്, പുരന്ദരദാസൻ, മീരാഭായി തുടങ്ങിയ ആളുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തിപ്രസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പോൾ ആ ഭക്തിപ്രസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ആളുകളായിട്ടുള്ള ഇവരുടെയൊക്കെ കാലഘട്ടം കൂടിയാണ് ആ ഒരു കാലഘട്ടം. പിന്നെ കേരളത്തിൽ ഭക്തിപ്രസ്ഥാനത്തിനെ നയിച്ച ആളുകൾ നമുക്കറിയാം, എഴുത്തച്ഛൻ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്, പൂന്താനം എന്നിവരൊക്കെയാണ്. പിന്നെ വേറൊരു പ്രത്യേകത, ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹഠയോഗത്തിൻ്റെ ഏറെ പരിചിത രൂപമായിട്ടുള്ള തന്ത്രയോഗത്തിൻ്റെ വികാസവും ഈ കാലഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. അടുത്തതാണ് ആധുനിക ഘട്ടം, 4ാമത്തെ ഘട്ടം. അത് AD 1700 മുതൽ ആരംഭിച്ചതാണ്. ഇപ്പോഴും നമ്മൾ ആ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനികൾ എത്തരത്തിലാണ് ആ ഒരു പദ്ധതികൾ, അതായത് ശ്രീരാമകൃഷ്ണ പരമഹംസർ നമുക്കറിയാം, സ്വാമി വിവേകാനന്ദൻ കേട്ട് പരിചയമുള്ള ആളാണ് അല്ലേ? സ്വാമി വിവേകാനന്ദൻ, പരമഹംസ യോഗാനന്ദൻ, രമണ മഹർഷി, ശ്രീ അരബിന്ദോ, ശിവാനന്ദ യോഗി, സ്വാമി രാമ തുടങ്ങിയ ആചാര്യന്മാരുകളാൽ സമ്പുഷ്ടമാക്കപ്പെട്ട യോഗ പദ്ധതികളാണ് ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ അടിത്തറയായിട്ടുള്ളത്. ഇവയിൽ രാജയോഗത്തിൻ്റെയും അതുപോലെ തന്നെ ഹഠയോഗത്തിൻ്റെയും മാർഗങ്ങളും അതുപോലെ അവയുടെ മിശ്രിത രൂപങ്ങളും ഈ ഒരു ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പൊതുവെ വിവേകാനന്ദൻ്റെ 1893 അന്ന് നടന്നിട്ടുള്ള ചിക്കാഗോ പ്രസ്ഥാനത്തോടു കൂടിയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഭാരതീയ ദർശനങ്ങൾക്കും അതുപോലെ യോഗ പദ്ധതികൾക്കൊക്കെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ലഭിച്ചത്. ആ ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആണെന്ന് തന്നെ പറയാം. യോഗ ചരിത്രത്തിൻ്റെ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഭാരതീയരുടെ കണ്ടുപിടുത്തമാണ് യോഗ, ആയുർവേദം എങ്കിൽ പോലും നമ്മൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത്. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ലഭിച്ചത് വിദേശീയരായിട്ടുള്ള പാശ്ചാത്യരായിട്ടുള്ള ആളുകളുടെ അന്വേഷണങ്ങളിലൂടെയാണ് എന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു സമയത്ത് ചിക്കാഗോയിൽ പ്രസംഗത്തോട് കൂടിയിട്ട് വമ്പിച്ച ഒരു സ്വീകാര്യത നമുക്ക് പാശ്ചാത്യരുടെ ഇടയിൽ നിന്ന് കിട്ടിയപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഈ യോഗ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുരുക്കന്മാരായിട്ട് ഭാരതത്തിൽ നിന്നുമാണ് അവിടേക്ക് ആളുകൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പ്രശസ്തമാവുകയും അവരതിനെ മുൻകൈയെടുത്ത് നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ശ്രീരാമ ഹംസ യോഗാനന്ദ യോഗോദ സത്സംഗ സൊസൈറ്റി സ്ഥാപിച്ചതും അതുപോലെ ക്രിയായോഗ പദ്ധതിക്ക് ലോകവ്യാപകമായിട്ടുള്ള പ്രചാരം നൽകിയതും ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള യോഗാചാര്യനാണ് ഈ ശിവാനന്ദ സ്വാമി. അദ്ദേഹം ശിവാനന്ദ യോഗ മാർഗം പ്രചരിക്കപ്പെട്ടതും ഈ ഒരു കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള സ്വാമി വിഷ്ണു ദേവാനന്ദ, അതുപോലെ സ്വാമി സച്ചിദാനന്ദ തുടങ്ങിയവർ യോഗയുടെ അന്തർദേശീയ വ്യാപനത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു സമയം. ഈ കാലഘട്ടത്തിൽ ഒരുപാട് യോഗ പദ്ധതികൾ വന്നു. അതായത് വിന്യാസ യോഗ, അതുപോലെ ഇൻ്റഗ്രൽ യോഗ, അങ്ങനെ തുടങ്ങി ഒരുപാട് യോഗയിൽ തന്നെ വേരിയേഷൻസ് വന്നിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ് ഇതിൽ. അതിനെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹഠയോഗയിൽ നിന്ന് രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്
വിന്യാസ യോഗ എന്ന് പറയുന്നത്. അതിൻ്റെ ആചാര്യനായിട്ട് അറിയപ്പെടുന്നത് ടി കൃഷ്ണമാചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ ശിഷ്യന്മാരായിട്ടുള്ള BKS അയ്യങ്കാർ, അതുപോലെ പട്ടാഭി ജോയ്സ്, അവരുടെ മകൻ ദേശികാചാര്യ, വിദേശ ശിഷ്യയായിട്ടുള്ള ഇന്ദിരാദേവി എന്നീ ആളുകളിലൂടെയാണ് ഇന്ന് പാശ്ചാത്യ ദേശത്ത് ഏറെ പ്രചാരത്തിലുള്ള ഹഠയോഗത്തിൻ്റെ ഒരു രൂപമായിട്ടുള്ള വിന്യാസ യോഗയും അതിൽ നിന്ന് വികസിതമായിട്ടുള്ള പവർ യോഗയൊക്കെ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ പവർ യോഗയെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. അതുപോലെ ഇൻ്റഗ്രൽ യോഗ പദ്ധതിയുടെ ആചാര്യനാണ് ശ്രീ അരബിന്ദോ. യോഗിയായിട്ടുള്ള രമണ മഹർഷി, അതുപോലെ മന്ത്രയോഗത്തിൻ്റെ ആചാര്യനായ പാപ്പ രാംദാസ്, സിദ്ധയോഗത്തിൻ്റെ ഗുരുവായിട്ടുള്ള സ്വാമി നിത്യാനന്ദ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള മുക്താനന്ദ, ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ ഗുരുവായിട്ടുള്ള മഹേഷ് യോഗി, കൃഷ്ണാവബോധ മാർഗത്തിൻ്റെ ഗുരുവായ ശ്രീല പ്രഭുപാദർ, ആചാര്യ രജനീഷ്, ദാദാ ലേഖരാജ് കൃപലാനി, അങ്ങനെ ഒരുപാട് എന്നീ ആളുകളുടെയൊക്കെ ശിഷ്യ പരമ്പരകളുടെയും പ്രവർത്തനങ്ങളുടെയും ഭാരതീയ ദർശനങ്ങൾക്കും വിശേഷിച്ച് യോഗയ്ക്കും കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിലായിട്ട് ആഗോളതലത്തിൽ വലിയ പ്രസിദ്ധിയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് വർത്തമാനകാലത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ആളുകൾ വർത്തമാനകാലത്തിൽ ഭാരതീയ ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെയും അതുപോലെ യോഗാധ്യാനം എന്നിവയുടെയൊക്കെ പ്രചാരണത്തിനും വ്യാപനത്തിനൊക്കെ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഗുരുപരമ്പരയിൽപ്പെടുന്ന മുഖ്യന്മാരായിട്ടുള്ള ആളുകൾ, അതായത് നമുക്ക് പരിചിതമായിട്ടുള്ള കൂടുതൽ അറിയാവുന്ന ആളുകളാണ് ശ്രീ രവിശങ്കർ, മാതാ അമൃതാനന്ദമയി, ബാബ രാംദേവ് തുടങ്ങിയിട്ടുള്ള ആളുകൾ. ഇത്രയും ആളുകളിനൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവും. അതിന് മുന്നേ പറഞ്ഞിട്ടുള്ള ആളുകളിനൊക്കെ ഒരുപക്ഷെ നമുക്ക് അറിയാൻ വഴിയില്ല. അറിയാമെങ്കിൽ പോലും എന്താണ് ഏതാണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു 4 കാലഘട്ടത്തിനെ കുറിച്ചിട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ തരാനുള്ളത്. എന്തായാലും യോഗയെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ചാനലൊന്ന് കൂട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ട് പിന്നെ വരുന്നുണ്ടാവും. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടിന്യൂവേഷൻ തന്നെയായിരിക്കും അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവുക.